നമസ്കാരം. യൂണിവേഴ്സിറ്റി വാർത്തകൾ. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. ആദ്യം യൂണിവേഴ്സിറ്റി വാർത്തകൾ. ഓണേഴ്സ് ബിരുദത്തിൻ്റെ രണ്ടാം ഫൈനൽ അലോട്ട്മെൻറ്റിന് ഓഗസ്റ്റ് 7 വരെ അപേക്ഷിക്കാൻ വന്നിട്ടുണ്ട്. ഡ്രോൺ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. പ്രാക്ടിക്കൽ ഓഫ് ക്യാമ്പസ് BTS ഡിഗ്രി പരീക്ഷയുടെ രണ്ടാം സെമസ്റ്റർ BVOC സൗണ്ട് എഞ്ചിനീയറിംഗ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്, നാലാം സെമസ്റ്റർ BSc ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ്, രണ്ടാം സെമസ്റ്റർ BVOC ബിസിനസ് ആൻഡ് ടാക്സേഷൻ, രണ്ടാം സെമസ്റ്റർ BSc ഇൻഫർമേഷൻ ടെക്നോളജി. വൈവ OC 3-4 സെമസ്റ്റർ MA അറബിക്ക്. പരീക്ഷാഫലം നാലാം സെമസ്റ്റർ PGCS MA ഹിന്ദി, MA തമിഴ്, MA പൊളിറ്റിക്കൽ സയൻസ്. പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. 3-4 സെമസ്റ്റർ BA BCom പ്രൈവറ്റ് രജിസ്ട്രേഷൻ, സ്പോട്ട് അഡ്മിഷൻ. പരീക്ഷാഫലം 9ാം സെമസ്റ്റർ പഞ്ചവത്സര ഇൻ്റഗ്രേറ്റഡ് BCom BBA LLB. പരീക്ഷ മേഴ്സി ചാൻസ് ഉൾപ്പെടെയുള്ള പരീക്ഷ റിസൾട്ട് വന്നു. പ്രാക്ടിക്കൽ 1ാം വർഷം മുതൽ 4ാം വർഷം BSc MLT സപ്ലിമെൻ്ററി മേഴ്സി ചാൻസ് പരീക്ഷയുടെ പ്രാക്ടിക്കൽ പരീക്ഷ ഓഗസ്റ്റ് 12 നടക്കും. രണ്ടാം സെമസ്റ്റർ MSc എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ പ്രാക്ടിക്കൽ, രണ്ടാം സെമസ്റ്റർ BSc പെട്രോകെമിക്കൽസിൻ്റെ 1, 2, 3 വർഷ BSc മെഡിക്കൽ മൈക്രോബയോളജിയുടെ പ്രാക്ടിക്കൽ ഡേറ്റ്. വൈവ OC 3-4 സെമസ്റ്റർ MA സോഷ്യോളജി, രണ്ടാം സെമസ്റ്റർ BVOC ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, ടൂറിസം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി. അതിൻ്റെ വൈവ ഓഗസ്റ്റ് 9 നടത്തും. തിരുത്തലിനായി മാർക്ക് ലിസ്റ്റുകൾ സമർപ്പിക്കണം. പത്തനംതിട്ട സ്കൂൾ ഓഫ് അപ്ലൈഡ് ലൈഫ് സയൻസിലെ PG പ്രവേശനം അന്തിമ അലോട്ട്മെൻറ്റിന് രജിസ്റ്റർ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 8 വരെയാണ്. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. 1ാം വർഷ PG ബിരുദ പ്രവേശനം അതിൻ്റെ ഓഗസ്റ്റ് 6 മുതൽ 11 വരെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ വന്നിട്ടുണ്ട്. പുതിയ രജിസ്ട്രേഷനും ഓപ്ഷൻ നൽകുന്നതിനും ഓൺലൈൻ അപേക്ഷ തിരുത്ത വരുത്താനുള്ള അവസരമാണ്. ഓഗസ്റ്റ് 6 മുതൽ 11 വരെയാണ്. 1ാം വർഷ BEd പ്രവേശനത്തെ സ്പോർട്സ് കോട്ടയിലേക്ക് മറ്റൊഴിലേക്കുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 6. കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതി ജൂലൈ 31 നടത്തായിരുന്നു മാറ്റിവെച്ച പരീക്ഷയുടെ പുതുക്കിയ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അത് 4ാം സെമസ്റ്റർ ഡിഗ്രി പരീക്ഷ ഓഗസ്റ്റ് 21 മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഡിഗ്രി സെക്കൻഡ് സെമ്മിൻ്റെ പരീക്ഷ നമ്മൾ 21 തുടങ്ങുമെന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത്. 21 അല്ലായിരിക്കും, മിക്കവാറും 23 തുടങ്ങുന്നത്. ടൈം ടേബിൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. 1ാം വർഷ ബിരുദാനന്ത പ്രവേശന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 6 മുതൽ 11 വരെ അപേക്ഷിക്കാം. 1ാം വർഷ BEd പ്രവേശനത്തിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ കോളേജ് ലെവൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 9. 1ാം വർഷ ബിരുദാനന്ത സപ്ലിമെൻ്ററി കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിലേക്കുള്ള പുതിയ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് 6 മുതൽ 11 വരെ സമയമുണ്ട്. എയ്ഡഡ് കോളേജുകളിലെ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻസ് നൽകുന്നതിന് അവസരം PGയുടെയാണ്. പുതിയ കോളേജ്, പുതിയ പ്രോഗ്രാം, നിലവിലുള്ള പ്രോഗ്രാമുകൾ, സീറ്റ് വർധന, അധിക ബാച്ച് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ടൈം ടേബിൾ 2ാം സെമസ്റ്റർ MCA, 1, 2, 3, 4, 5, 6 സെമസ്റ്റർ BArch സപ്ലിമെൻ്ററി. PG ഡിപ്ലോമ ഇൻ അറബിക് ട്രാൻസ്ലേഷൻ അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ഇൻ കമ്മ്യൂണിക്കേറ്റീവ് അറബിക്ക്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. 3rd സെമസ്റ്റർ BSc കമ്പ്യൂട്ടർ സയൻസിൻ്റെ റിസൾട്ട് വന്നു. അപ്പം 3rd സെമ്മിൻ്റെ റിസൾട്ട് ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കാം. പരീക്ഷാഫലം. വിദൂര വിദ്യാഭ്യാസം ജനുവരി നടത്തിയ 1, 2 സെമസ്റ്റർ MCOMൻ്റെ റിസൾട്ട് വന്നു. വിദൂര വിദ്യാഭ്യാസം ജനുവരി നടത്തിയ 1, 2 സെമസ്റ്റർ MSc കമ്പ്യൂട്ടർ സയൻസിൻ്റെ റിസൾട്ട് വന്നു. 2ാം സെമസ്റ്റർ MSc ഫിസിക്സ് വിത്ത് സ്പെഷ്യലൈസേഷൻ സ്പേസ് ഫിസിക്സ്, സ്പെഷ്യലൈസേഷൻ നാനോ സയൻസ് ന്യൂജൻ പരീക്ഷയുടെ റിസൾട്ട് വന്നു. 2ാം സെമസ്റ്റർ MBA റിസൾട്ട് വന്നു. പരീക്ഷാ കേന്ദ്രം, ടൈം ടേബിൾ, 4ാം സെമസ്റ്റർ MCയുടെ. ഇത്രയാണ് യൂണിവേഴ്സിറ്റി വാർത്തകൾ. താങ്ക് യു.